ഈ ക്വസ്റ്റ്യൻ നോക്കാം. In a lottery, a person chooses 6 different natural numbers at random from 1 to 20. And if these 6 numbers match with the 6 numbers already fixed by the lottery committee, he wins the prize. What is the probability of winning the prize in the game? Order of the number is not important. Question വല്ലതും മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. 1 മുതൽ 20 വരെ ഞാൻ കുറച്ച് നമ്പറുകൾ ഇങ്ങനെ എഴുതി വെക്കട്ടെ. 7, 8 എക്സിട്ര എക്സിട്ര 20 നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പർ ഉണ്ട്. മനസ്സിലായാലോ? ഇതിൽ 6 നമ്പർ സെലക്ട് ചെയ്യണം. കണ്ണടച്ചിട്ട് ഈ 20 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 6 ഡിഫറെൻറ്റ് നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഡിഫറെൻറ്റ് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. 6 നമ്പറുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. 6 നേരത്തെ തന്നെ ലോട്ടറി കമ്മിറ്റി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്താണ്, വിൻ ദ പ്രൈസ് ആണ്. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാൻ വേണ്ടി ഉദാഹരണത്തിന് ലോട്ടറി കമ്മിറ്റി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകൾ ഇതാണെന്ന് വിചാരിക്കും. ഒരാൾക്ക് ഈ 1 2 3 4 5 6 കിട്ടിയാൽ അയാൾ ജയിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. ഒരാൾ കണ്ണടച്ചിട്ട് ഒരു 6 നമ്പർ എടുക്കുകയാണ്. ആ കണ്ണടച്ച് 6 നമ്പർ എടുക്കുമ്പോൾ ഈ പറഞ്ഞ നമ്പറുകളാണ് കിട്ടണമെങ്കിൽ അയാൾ ജയിക്കും. ഇത് 6 കിട്ടിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1 2 3 4 5 കിട്ടി, 6 പകരം 7 കിട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ നേരത്തെ ഒരു 6 നമ്പർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുക്കുന്ന 6 കണ്ണടച്ച് സെലക്ട് ചെയ്യുന്ന 6 ഇത് തന്നെയായിരിക്കണം, എങ്കിൽ ജയിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചാൻസ് എന്താണ്? ഒരാളിങ്ങനെ 6 കണ്ണടച്ച് സെലക്ട് ചെയ്താൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന 6 കിട്ടാനുള്ള ചാൻസ് എന്താണ്, അല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രോബബിലിറ്റി ഈക്വൽ ടു ഒരേ ഒരു ഫേവറബിൾ കേസേ ഉള്ളൂ. കാരണം 1 to 6 ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഈ 1 to 6 കിട്ടിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഓർഡർ നമ്മൾ നോക്കുന്നില്ല. 1 to 6 സെലക്ട് ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ, വേറെ സെലക്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരേ ഒരു ഫേവറബിൾ കേസേ ഉള്ളൂ ജയിക്കാനായിട്ട്. ടോട്ടലോ ഒരാൾ കണ്ണടച്ച് 6 നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസസ് ഉണ്ട്. 20 നമ്പറിൽ നിന്ന് 6 സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ. 20 നമ്പറിൽ നിന്ന് 6 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 20C6 വേസിൽ സെലക്ട് ചെയ്യാം. ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു കേസേ ഉള്ളൂ ഫേവറബിളായിട്ട്. ടോട്ടൽ ആകെ എത്ര രീതിയിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും? 20 എണ്ണത്തിൽ നിന്ന് 6 20C6 വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. NCR കാണാനുള്ള ടെക്നിക്ക് അറിയാമോ? NCR കാണാനുള്ളത് ഒന്ന് ഒരു ഫാക്ടോറിയൽ വെച്ചിട്ടൊരു ഫോർമുലയുണ്ട്, അതല്ലെങ്കിൽ വേറൊരു സിമ്പിൾ മെത്തേഡ്. NCR കാണണമെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് N. ആ N എന്താണെന്ന് നോക്കുക, അത് എഴുതുക. ശ്രദ്ധിച്ചിരിക്കണം. ആ N എന്താണോ അത് എടുത്ത് എഴുതുക. എന്നിട്ട് 1 മൈനസ് ചെയ്ത് പൊക്കോ. N എഴുതുക, എന്നിട്ട് 1 മൈനസ് ചെയ്ത് പോകണം. 20 1 മൈനസ് ചെയ്താൽ 19. ഇങ്ങനെ 1 മൈനസ് ചെയ്ത് പൊക്കോ. എവിടം വരെ എഴുതുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. താഴെ 6 ആയതുകൊണ്ട് 6 നമ്പറേ വരാൻ പാടുള്ളൂ. 1 മൈനസ് ചെയ്ത് പൊക്കോ. താഴെ എന്താണോ വന്നിരിക്കുന്നത് അത്രയും നമ്പറ് പ്രോഡക്റ്റ് വരാൻ പാടുള്ളൂ. 1 2 3 4 5 ഒരെണ്ണം കൂടി. അപ്പോൾ NCR കാണാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ് ഇങ്ങനെയാണ്. N വെച്ച് തുടങ്ങുക, 1 മൈനസ് ചെയ്ത് പോവുക. താഴെ എന്താണോ വന്നിരിക്കുന്നത് അത്രയും നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. ഇതേപോലെ N വെച്ച് മുകളിൽ തുടങ്ങി, താഴെ ഇനി 6 വെച്ച് തുടങ്ങാം. ന്യൂമറേറ്റർ 20 വെച്ച് തുടങ്ങാം. ന്യൂമറേറ്റർ മുകളിലുള്ള നമ്പർ വെച്ച് തുടങ്ങാം, ഡിനോമിനേറ്റർ താഴെയുള്ള നമ്പർ വെച്ച് തുടങ്ങാം. 6. ഇതേപോലെ 1 മൈനസ് ചെയ്ത് പൊക്കോ. 1 മൈനസ് ചെയ്ത് പൊക്കുക. മുകളിൽ എത്ര എഴുതി അത്രയും തന്നെ, അതായത് 1 അവസാനിക്കും. മനസ്സിലായല്ലോ? 6 നമ്പർ തന്നെ താഴെയും വരും. മുകളിൽ 6 നമ്പർ, താഴെ 6 നമ്പർ.
താഴെ എന്തായാലും 1-ൽ അവസാനിക്കും, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ക്ലിയർ ആയില്ല? ഇങ്ങനെയാണ് NCR കാണുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ NCR കാണാനായിട്ട് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോൾ ഉദാഹരണത്തിന് 10C4ൻ്റെ വാല്യൂ കാണണം. 10 നമ്പറിൽ നിന്ന് 4 നമ്പർ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, 10 പേരിൽ നിന്ന് 4 പേരെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ന്യൂമറേറ്റർ സ്റ്റാർട്ടിങ് വിത്ത് n, അതായത് 10. 1 മൈനസ് ചെയ്ത് പോകണം. താഴെ 4 ആയതുകൊണ്ട് 4 നമ്പറേ വരാൻ പാടുള്ളൂ. ഇതേപോലെ ഡിനോമിനേറ്റർ താഴെയുള്ള നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 1 മൈനസ് ചെയ്ത് പോകണം. 3, 2, 1. 1-ൽ അവസാനിക്കുള്ളൂ താഴെ. ഓക്കെ, അപ്പോൾ ഇത് NCR കാണുന്നത് ക്ലിയർ ആയല്ലോ. ഇതൊന്നും നല്ലപോലെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് അറിയാമോ? ഇത് വളരെ എളുപ്പമാണ്. കുറേ ടേമുകൾ ക്യാൻസലായി പോകും. ഏതൊക്കെയാ ഞാൻ പറഞ്ഞേട്ടെ. ഈ 5 × 4 20 അല്ലേ? ശരിയല്ലേ? ഞാൻ ഒന്നുകൂടി എഴുതാം. 5 × 4 20 ആണല്ലോ. ഈ 5 × 4 20 ആണ്. ആ 20 ഈ 20 വെട്ടിപ്പോവും. പിന്നെയോ 6 × 3 18 അല്ലേ? ആ 18 ഈ 18 പോയി. പിന്നെയോ പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. 2 16-ൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 8 കിട്ടും. ശരിയല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ഈ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്തു വരുമ്പോൾ ആൻസർ 1/38760 ആണ് ആൻസർ വരാം. ഓക്കെ.